Very good afternoon. 2017 is a pivotal year in history, not just in Malayalam cinema, but I believe in history itself, because that was one of the first times when a survivor, who is often referred to as very passive, underwent a major transformation to become an active or assertive survivor. Consequently to which you saw the formation of WCC. You have a landmark study report which came out, which was called the Hema Committee report. And right now we also have a special policy which is being made in Malayalam cinema. For me, this historical event was so much in keeping with what Wordsworth sang about French Revolution. To quote, "Bliss was it in that dawn to be alive, to be young was very heaven." I'm so honored to share the dice with two heroes of my life. I had the opportunity to assist them in the preparation of CCC, which will be discussed in the session. For me, it was at least part of my PhD, but for them, at a point where they should have been making films, they were burning their oil for the future generations. I think I would start with a question which you probably would have encountered many a times, but to start with, what is WCC doing, or what has WCC done? We see a ticker here which says 27 minutes and 11 seconds. So what we can within this time we'll try to encapsulate. ഇവിടെ ശരിക്കും ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എല്ലാവർക്കും താല്പര്യം സംസാരിക്കാൻ? മലയാളം അല്ലേ? അപ്പോൾ എവിടെയെങ്കിലൊക്കെ കുറച്ച് ഇംഗ്ലീഷൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് WCC ഞങ്ങൾ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻലി ഞങ്ങളുടെ ഒരു തുടക്കം തൊട്ടേ വന്നിട്ടുള്ളൊരു കാര്യം സേഫ്റ്റിയുടെ ഒരു ആസ്പെക്ട് നിന്നാണ്. നേരത്തെ മുക്ത പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പോയിന്റിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു ഫോർമേഷൻ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സേഫ്റ്റി ആസ്പെക്റ്റ് നോക്കി തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ ഏതൊരു വ്യക്തിക്കും കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇവിടെ നമ്മുടെ ഒരു വർക്ക് പ്ലേസിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു ശ്രമം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ നിയമങ്ങളിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പ്രാവർത്തികമല്ല. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ അതൊന്നും തീരെ മാനിക്കാതെയാണ് പലരും സിനിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സ്വന്തം വർക്ക് പ്ലേസ് റൈറ്റ്സ് പോലും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടാണ് അതുണ്ടാവുന്നത് എന്നാരും സംസാരിക്കുന്നതുണ്ടായിരുന്നില്ല. ഇപ്പോൾ WCC നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതെങ്കിലും അവസാനം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലാണ്. I would request Miriam to add a little more to that. So, എൻ്റെ മലയാളം അത്ര നല്ലതല്ല. ഞാൻ മലയാളിയാണ്, പക്ഷേ കേരളത്തിലല്ല ജനിച്ചു വളർന്നത്. സോ യു വിൽ ഹാവ് ടു forgive me if I lapse into English occasionally. ഇത് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ WCCയിലെ സ്ത്രീകൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിനിമ ഉണ്ടാക്കുന്നില്ല, ചുമ്മാ വഴക്കിനിറങ്ങിയിരിക്കുകയാണ് എന്നാണ് പറച്ചിലും ചോദ്യവും. ഞങ്ങളുടെ വിചാരം, ഞങ്ങൾക്കിത് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതും ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്നതും ഞങ്ങൾ ആരൊക്കെയോടോ സംസാരിക്കുന്നുണ്ടെന്നും ഇത് നിങ്ങളോട് പറയാനുള്ള സമയമെടുത്താൽ ഞങ്ങൾക്ക് പണി ചെയ്യാനുള്ള സമയം കാണത്തില്ല. ബിക്കോസ് അത്രയും പണിയുണ്ട്. ഞങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിൽ വോളണ്ടിയർ ചെയ്യുന്ന സ്ത്രീകളാണ്. ഈ WCC ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരും ഞങ്ങൾക്ക് പൈസയോ സമയമോ ആരും ഒന്നും തരുന്നില്ല. ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കുക, അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇതും ചെയ്യുന്നത്. സോ അത് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. 1. 2, ഞങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കഴിവിന് ഒക്കുന്ന കാര്യങ്ങളെല്ലാം. ഈ സിനിമാ മേഖല എന്ന് പറയുന്ന സാധനം പലർക്കും സന്തോഷം തരുന്ന ഒരു സാധനമാണ്, പലർക്കും ജീവിത വഴി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ജീവിത വഴി ഒരു ഫ്യൂഡലിസ്റ്റിക് സെറ്റപ്പ് ആണെങ്കിൽ അത് ശരിയല്ല. ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു സ്ത്രീകളെ പിടിച്ചു, സ്ത്രീകളെ ഹറാസ് ചെയ്തു, സെക്ഷൽ മിസ്കോണ്ടക്റ്റ് ആണ്. മീഡിയ ആണേലും ഇതിനെപ്പറ്റിയേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ ഭൂരിപക്ഷം കാര്യങ്ങൾ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്, വർക്കിംഗ് പ്രാക്ടീസസ്, ലേബർ പ്രാക്ടീസസ് അത് സ്ത്രീകളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് പുരുഷന്മാരെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ പുരുഷന്മാരെ ജോലി ചെയ്യുന്ന സിനി വർക്കേഴ്സ്, ഈ ക്യാമറയുടെ പിന്നിൽ ജോലി ചെയ്യുന്ന സിനി വർക്കേഴ്സ്
ഇത്രയും കൊല്ലം അതിനെപ്പറ്റി പറയാൻ പേടിച്ച് നിൽക്കുക. എന്തുകൊണ്ടാ? ബിക്കോസ് ഇവിടുത്തെ പവർ ഗ്രൂപ്പ്സ് അവരെയും കൂടെ ക്യാൻസൽ ചെയ്യും. സ്ത്രീകളെ മാത്രം ക്യാൻസൽ ചെയ്യുന്ന പവർ ഗ്രൂപ്പ്സ് അല്ല, ഓർഡിനറി മെൻ വർക്കേഴ്സിനെയും കൂടെ ക്യാൻസൽ ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. സോ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിപ്പോൾ ഒരു ബേസ് ലൈൻ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ മലയാളം ഇൻഡസ്ട്രി എന്താണ്, അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഹേമ കമ്മിറ്റി എന്താണ്, WCC എന്താണ് ചെയ്യുന്നത്. സോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒരു പോളിസി ഫ്രെയിംവർക്ക്, നമ്മുടെ ഈ സിനിമാ മേഖല അൺറെഗുലേറ്റഡ് ആണ്. ബാക്കി നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ഇൻഡസ്ട്രീസും റെഗുലേഷൻസ് ഉണ്ട്, ലോസ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ലോസ് ഉണ്ട്, യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ലോസ് ഉണ്ട്. സിനിമാ മേഖലയിൽ മാത്രം ഒരു ലോസും ഇല്ല. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം ഇത് അബവ് ദ ലോ ഓർ ഇഗ്നോർഡ് ബൈ ദ ലോ, ഇതാണ് സ്ഥിതി. സോ വി ആർ വർക്കിംഗ് ടുവേർഡ്സ് മേക്കിംഗ് ദ ഫിലിം ഇൻഡസ്ട്രി a 21st century decent, safe working place for women and for men. That is what WCC is doing. ഇതിൻ്റെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 20th ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് ഒക്ടോബർ 29th വരെ വളരെ ഡീപ്പായിട്ട് ഈ റിപ്പോർട്ടിനെ പഠിക്കാൻ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഈ റിപ്പോർട്ട് അല്ലാതെ ഇവിടെ ഇറങ്ങിയ വേറെ റിപ്പോർട്ട്സ് ഉണ്ട്. അടൂർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, ഷിഫ്റ്റ് ഫോക്കസ് റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ച് എഴുതിയിട്ടുള്ള റിപ്പോർട്ട്സാണ്. ഈ റിപ്പോർട്ട്സ് എല്ലാം ചേർത്ത് വെച്ച് വായിച്ച് ഇതിനെക്കുറിച്ച് ശരിക്കും ഞങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ലീഗൽ ആയിട്ടുള്ള എത്രയോ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്ത്, ലേബർ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത്, സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയ കാര്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഒരു കൂട്ടം റെക്കമെൻഡേഷൻസ് എഴുതിയിട്ട് അത് ഗവൺമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ 41-ൽ-അധികം പോയിന്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ CCC എന്ന് വിളിക്കുന്ന സിനിമ കോഡ് ഓഫ് കോണ്ടക്ട്. ഇപ്പം മിരിയം പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെ ഒരു ബേസ് ലൈൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ഇല്ല. വളരെ കുറച്ച് വർക്ക് പ്ലേസ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി വരുന്നത്. അപ്പം അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പം ഇവിടെ ദേ വർ ട്രൈങ് ടു സ്ക്രീൻ ഇറ്റ്. അത് പറ്റുന്നുണ്ടോ? ഓക്കെ, അവിടെ ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. CCC എന്ന് പറഞ്ഞിട്ട് ഇത് WCC മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പോസലാണ്. അതായത് ഇവിടുത്തെ വർക്കേഴ്സിനും ഇവിടുത്തെ എല്ലാ സിനെ എംപ്ലോയീസിനും കിട്ടാവുന്ന രീതിയിലുള്ള ബേസിക് റൈറ്റ്സ് ആണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് വായിക്കുമ്പം നിങ്ങളിൽ പലവരും ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നാം. എന്നുവെച്ചാൽ ഇതുപോലും ഇല്ലാതെയാണോ ഇവരിവിടെ പ്രവർത്തിക്കുന്നത് എന്ന്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എന്നുവെച്ചാൽ അതുപോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എങ്ങനെ സംരക്ഷിക്കും? ഇതുണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഇത്രയും അധികം കൺസൾട്ടേഷനൊക്കെ നടത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതിനോട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രി മെമ്പേഴ്സിനെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ തന്നെ ഇൻഡസ്ട്രി എന്ന നിലയ്ക്ക് നല്ലൊരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് എല്ലാവരും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുക. ദാറ്റ് ഇന്ന രീതിയിൽ നമ്മൾ ഇനി ഇവിടെ സിനിമ ഉണ്ടാക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ഒരുമ ഇവിടെ എന്തൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിലും പണ്ട് അക്കേല ക്രെയിൻ വന്നപ്പോൾ, സിങ്ക് സൗണ്ട് വന്നപ്പോൾ, 3D ഫിൽമിങ് വന്നപ്പോൾ എത്ര പെട്ടെന്നായിരുന്നു മലയാള സിനിമ അതിലേക്കൊക്കെ ചാടി വീണത്. എത്ര പെട്ടെന്നായിരുന്നു അന്യോന്യം അവർ ടെക്നോളജിയെക്കുറിച്ച് എക്സ്ചേഞ്ച് ചെയ്തത്. ഏറ്റവും ആദ്യം ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻസ് നടക്കുന്നത് മലയാള സിനിമയിലാണ്. അപ്പോൾ അതിനൊക്കെ കാണിക്കുന്ന ഈ ഒരു ഒരുമയും സോളിഡാരിറ്റിയും ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് വരാത്തത്? അപ്പം അതേ ഒരു സ്പീഡ് മതി. ആ സ്പീഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചർച്ച വെച്ച് ഇതെല്ലാം ഞങ്ങൾ തന്നെ ഇൻഡസ്ട്രിയുടെ ആൾക്കാർ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു തുടക്കമാവും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക്. Adding to what Miriam was saying and also that ഒന്ന് CCC നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് is to the Malayalam film industry. So when you say Malayalam film industry, what do you actually mean by it? To, like I said, adding to what Miriam was saying, this is often very strong debate that WCC is against the Malayalam film industry.
There again, who are we referring to? സി ഞങ്ങളെല്ലാവരും ഫിലിം മേക്കേഴ്സാണ്, പോളിസി ഉണ്ടാക്കുന്നവരല്ല, കോടതി പോയി കേസ് എപ്പോഴും കൊടുക്കുന്നവരല്ല. ഞങ്ങളെല്ലാവരും ഫിലിമിൽ ജോലിയെടുത്ത്, ഞാനന്ന് 35 കൊല്ലമായിട്ട് എനിക്ക് ഇതേ അറിയുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇതാണ് എൻ്റെ പണി, എനിക്കിത് തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു സ്ത്രീ ആയിട്ടും ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടും ഒരു ബേസിക് ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും നമുക്ക് നമ്മുടെ കോവർക്കേഴ്സിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പണി ചെയ്യാൻ പാടാണ്. ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്, യുനോ. സോ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആരാ? എത്ര ആയിരക്കണക്കിനാണ് ആൾക്കാർ ജോലി എടുക്കുന്നത് അവിടെ. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ആർട്ടിസ്റ്റിനെയാണ്, പക്ഷെ സ്ക്രീനിൻ്റെ പുറയിൽ എത്ര ആയിരക്കണക്കിനാണ് ആൾക്കാർ ജോലി ചെയ്യുന്നത്, പുരുഷന്മാരും സ്ത്രീകളും. ആവശ്യത്തിന് സ്ത്രീകളില്ല, അത് വേറെ കാര്യം, പക്ഷെ ആയിരക്കണക്കിനാണ് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രി കറൻ്റ്ലി അൺറെഗുലേറ്റഡ് ഇൻഡസ്ട്രിയിലെ കുറേ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ പവർ സ്ട്രക്ചേഴ്സ് ആരാണ്? ഈ ഇൻഡസ്ട്രിയിൽ കുറേ ഇൻഡസ്ട്രി ബോഡീസ് ഉണ്ട്. ആക്ടേഴ്സിന് വേണ്ടി AMMA ഉണ്ട്, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്, ഫെഫ്ക ഒരു 22-23 യൂണിയൻസിൻ്റെ ഒരു ഫെഡറേഷൻ ഉണ്ട്. ഇവരൊക്കെയാണ് ഇവിടുത്തെ ഒരു എങ്ങനെയാ പറയുക, നിലപാട് നടത്തുന്നത്. യുനോ, ദ ഇൻഡസ്ട്രി ഈസ് റൺ ബൈ ദീസ് പീപ്പിൾ. പക്ഷെ ഇവർക്കാരും ഇതുവരെ ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് ആരും ഇവരോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഇത്രയും 1000 വർക്കേഴ്സിന് ഒരു വർക്കിംഗ് അവേഴ്സിന്റെ റെഗുലേഷൻ ഇല്ല, അല്ലെ 16 മണിക്കൂർ ജോലി എടുക്കുമ്പോൾ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെ ശരിയായിട്ടുള്ള വേതനം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായിട്ട് ഭക്ഷണം ചിലപ്പം സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ കിട്ടാറില്ല. ഇതൊക്കെ നിങ്ങൾ ആരോടാ പോയി ചോദിക്കണ്ടേ? ഇവരോടാണ് ചോദിക്കേണ്ടത്. ബിക്കോസ് ഇവരാണ് ഇതെല്ലാം നടത്തുന്ന ആൾക്കാർ. പക്ഷെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാല് ഞങ്ങളെ ചോദ്യം ചെയ്യണ്ട, അതും സ്ത്രീകളായിട്ട് നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യണ്ട. അപ്പോഴാണ് ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പോയത്. സർക്കാരിൻ്റെ അടുത്ത് പോയി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപേ വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് കള്ളമാണ്, ഇതിങ്ങനല്ല മലയാളത്തിൽ നടക്കുന്നത്, കേരളത്തിലെ പുരുഷന്മാർ ഇങ്ങനൊന്നും ചെയ്യില്ല. ഇതാണ് ഞങ്ങൾ ഒരു 5-6-7 വർഷം കേട്ടോണ്ടിരുന്നത്. ഹേമ കമ്മിറ്റി പഠനം നടന്നു കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് അത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോഴാണ് ചിലരെങ്കിലും അത് വായിച്ച് അത്ഭുതപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത്, സോറി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചില്ല. ബട്ട് ഈ പവർ സ്ട്രക്ചേഴ്സിനെ ഞങ്ങൾക്ക് ഈ അടിച്ചോടിച്ച് ബ്രേക്ക് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇച്ചിരൂടെ അക്കൗണ്ടബിൾ ആക്കണം, ഇച്ചിരൂടെ ട്രാൻസ്പെറൻറ്റ് ആക്കണം. ആൻഡ് ആയിരക്കണക്കിനുള്ള സിനി വർക്കേഴ്സിന് വേണ്ടിയുള്ള ബേസിക് ലേബർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി വാങ്ങണമെന്ന് ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാവണ ഒരു കാര്യം, ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗം, ഇന്ന ആൾ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എന്നുള്ളൊരു കാര്യം സംഘടനയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ആണ് ആ സംഘടന വളരെ പവർഫുൾ ആവുന്നത്. അപ്പോൾ നമ്മളൊരു മെമ്പർഷിപ്പ് ഒരു സംഘടനയിൽ എടുത്താൽ മാത്രമേ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാവുമെന്ന് പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഈ സംഘടനകളുടെ ഭാഗത്തൊന്നും ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെയും ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യത്തെ ഒരു പടം എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മെമ്പർഷിപ്പും ഇല്ല. ഞാനിവിടെ ആദ്യമായിട്ടൊരു സിനിമ എടുക്കുന്ന കാലത്ത് ആരും നമുക്ക് മെമ്പർഷിപ്പ് തരില്ല. ബിക്കോസ് യു ഹാവ് ടു ഹാവ് എ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഓഫ് യുവർ വർക്ക്. ആൻഡ് അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആവേണ്ട ആവശ്യമില്ലേ? എവിടെ സ്ത്രീ സംവിധായകർ എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ആ വഴി നോക്കിയാൽ മതി, പലവരും വീണ് കിടക്കണം കാണും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാക്ക് ഇൻ ടു ദിസ് പ്ലേസ്. ആദ്യമായിട്ടൊരു സിനിമ എടുക്കാൻ ഇവിടെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് കൂടാതെ ഒരു ബേസിക് റൈറ്റ്സ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്ത് പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്? ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കറുടെ അടുത്തുനിന്ന് എന്തൊക്കെ സഹിച്ചിട്ട് വേണം ആദ്യത്തെ ഒരു പടം എടുക്കാൻ. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രോമറ്റൈസ്ഡ് ആവുന്ന അവസ്ഥയിൽ ഒരിക്കലും ആ വ്യക്തി രണ്ടാമത് വന്ന് ഇവിടെ ഒരു പടം എടുക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം സ്ത്രീകളുടെ അട്രിഷൻ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അത് എന്തുകൊണ്ടാണ്?
ഇത്രയും മാത്രം അവർക്ക് അതിൻ്റെ ഒരു പ്രൊഫഷണൽ സ്പേസ് ഇല്ലാത്തതിൻ്റെ കാര്യമായിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ പലവരും അവർ ടെക്നീഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇതിൽ പലവരും പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഏറ്റവും അധികം ആരുടെ റൈറ്റ്സാണ് ഇവിടെ സംരക്ഷിക്കുന്നത്? ഇറ്റ് ഹാപ്പൻസ് ടു ബി പ്രൊഡ്യൂസേഴ്സ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഡ്യൂസറുടെ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവിടെ സാൻഡ്ര തോമസ് ഇരിക്കുന്നുണ്ട്, അവരൊരു പ്രൊഡ്യൂസറാണ്. ഒരു പ്രൊഡ്യൂസറുടെ വേദന മനസ്സിലാക്കും വേണം നമ്മൾ, ബിക്കോസ് അവരാണ് ഈ ഇൻഡസ്ട്രിയുടെ എംപ്ലോയേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് മുന്നിൽ വെക്കുമ്പം പ്രോ ഇൻഡസ്ട്രി ആയിരിക്കണം, പ്രോ വർക്കർ ആയിരിക്കണം, പ്രോ പ്രൊഡ്യൂസർ ആയിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തണമെങ്കിൽ ഈ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരും പോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി അവരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കഷൻസിലെല്ലാം നടക്കേണ്ടത്. തുറന്ന് നേരെ നിലപാട് സ്ട്രേറ്റ് ആയി സംസാരിക്കാൻ സാധിക്കണം. അത് നടക്കാത്ത എത്ര കാലം അതിന് നീട്ടം വെച്ചോ വെച്ചാൽ അത്രയും കാലം ഇവിടെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. Which in fact is my next question. Miriam, especially as a practitioner, as a producer, വേറെ ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ how can we make it pro worker and pro employer at the same time? How do we balance this? See, everybody who runs a business wants to make a profit. But if you want to make a profit at the expense of somebody's basic rights, then that's not a profit, that is exploitation. Profit to exploitation തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്? സോ ഒരാളെ കൊണ്ട് 16-18 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ച് അവർക്ക് ഇത്രയും പൈസ കൊടുത്തേച്ച് ഇത്രയും പൈസ നിങ്ങളുണ്ടാക്കി പോയി ബാങ്കിൽ വെച്ചാൽ അത് പ്രോഫിറ്റ് അല്ല, അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മുടെ നാടിനെ പറ്റി പറയുന്നത് നമ്മൾ ഇത്രയും പുരോഗമനം ചെയ്യുന്ന ഒരു കൂട്ടരാണ്, ഇത്രയും പ്രോഗ്രസീവ് ആൾക്കാരാണ്. എന്നിട്ട് എങ്ങനെ നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നമ്മൾ നടക്കാൻ സമ്മതിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പറയുമ്പം ഞാൻ ഇതല്ല പറയുന്നത് ബാക്കി എല്ലായിടത്തും എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ നാടിൻ്റെ കാര്യം നോക്കണം. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ തുല്യവേതനയുടെ കാര്യം പറയുമ്പോൾ വി വാണ്ട് പേ പാരിറ്റി എന്ന് പറയുമ്പം എപ്പോഴും ഇങ്ങോട്ട് വരുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, പക്ഷെ ആരും സ്ത്രീകളെ കാണാനല്ല സിനിമയിൽ വരുന്നത്, പുരുഷന്മാരെ ആൺ സ്റ്റാർസിനെ കാണാനാണ് എല്ലാവരും വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് യു ഡോണ്ട് വാണ്ട് ടു ഡു പേ പാരിറ്റി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഐ ആം എ പ്രാക്ടീസിങ് പ്രൊഡ്യൂസർ. ഞാൻ ഏറ്റവും കൂടുതൽ ജോലിയെടുത്ത ഹിന്ദി സിനിമയില്ല. അവിടെ ബിഗ് ബഡ്ജറ്റ്സ്, ലോട്ട്സ് ഓഫ് മണി. പക്ഷെ അവിടെയും ഇവിടെയും ഹോളിവുഡിലും മോസ്റ്റ് സ്ഥലത്തും ഒരു സിനിമ ഉണ്ടാക്കാൻ 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ആവറേജ് 60 രൂപ ഒരു പുരുഷ സ്റ്റാറിന്റെ കയ്യിലാണ് പോകുന്നത്. ബാക്കി 40 രൂപ കൊണ്ടാണ് സിനിമയുടെ എക്സ്പെൻസും അത് ജോലി എടുക്കുന്ന 150-200 പേരുടെ വേജസും വരുന്നത്. അപ്പം നിങ്ങൾക്ക് പേ പാരിറ്റി കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, പേ പാരിറ്റി കൊടുക്കണ്ട. പക്ഷെ നമുക്ക് ഈ ഒരാൾക്ക് മാത്രം ഓൾമോസ്റ്റ് 60% ഓഫ് ദ ബഡ്ജറ്റ് കൊടുക്കുന്നതും നമുക്കൊന്ന് ക്യാപ്പ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ട് അത് ചെയ്തുവിടാൻ നമുക്ക്? സോ ദർ ആർ മെനി വേസ്. എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഈ പുതിയ റൂൾസ് കൊണ്ടുവരും ആന്റി പ്രൊഡ്യൂസറാണ്. ഞാനൊരു പ്രൊഡ്യൂസറാണ്. എനിക്ക് വേണ്ടി തന്നെ ഐ എം നോട്ട് ഗോയിങ് ടു ഹാം മൈ ഓൺ പ്രൊഫഷൻ, റൈറ്റ്? സോ ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഡിസ്കഷൻസ് ദാറ്റ് ക്യാൻ ബി ഹാഡ്. പക്ഷെ ആ ഡിസ്കഷൻ വേണമെന്നുള്ള ഒരു ആഗ്രഹം വരണം എല്ലാവർക്കും. ആൻഡ് ഒരു ഡീസൻറ്റ് ഇൻഡസ്ട്രി ആയിട്ട്, ഒരു ഡീസൻറ്റ് ഫിലിം സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വേണം എല്ലാവർക്കും. സോ ദിസ് ഐഡിയ ദാറ്റ് പുതിയ ചേഞ്ചസ് കൊണ്ടുവരുമ്പം ഇത് പ്രൊഡ്യൂസറിനെ ബാധിക്കും, എന്നിട്ട് പിന്നെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഡിസ്ട്രോയ് ആവും എന്ന് പറയുന്നത് വെറും നോൺസെൻസ് ആണ്. ബിക്കോസ് എവ്രിവെയർ the employer has to make sure that the employment conditions are decent.
അല്ല പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഇപ്പം എൻവയറമെന്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒരു പാലം പണിയുമ്പോഴോ ഒരു ഡാം പണിയുമ്പോഴോ ഒരു റോഡ് പണിയുമ്പോഴോ എൻവയറമെന്റൽ ഇമ്പാക്ട് റിപ്പോർട്ട്, എൻവയറമെന്റിനെ കൂടുതൽ ചീത്തയായിട്ട് ബാധിക്കാതെ നമ്മൾ എങ്ങനെ ഇത് പണിയും, റൈറ്റ്? അപ്പൊ ആ ബ്രിഡ്ജ് പണിയുന്ന കോൺട്രാക്ടർ ഹാസ് ടു സ്പെൻഡ് സം മണി ഓൺ മേക്കിംഗ് ഷുവർ ദാറ്റ് ദി എൻവയറമെന്റ് ഈസ് നോട്ട് ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെയാണ് ഇതിലും. A producer as the primary employer in the business has to make sure that they are not exploiting their workers. Hema committee report ഉപയോഗിച്ച വാക്കാണ് this is feudalism and worse than slavery. കേരളത്തിൽ ഈ 21st സെഞ്ചുറിയിൽ അങ്ങനത്തെ വാക്ക് നമ്മളെ പറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഇത് ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഡിക്ഷണറിയിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് ഒത്തുതീർപ്പ്. ഈ ഒത്തുതീർപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചർച്ച നടത്തി ശരിക്കും പ്രശ്നപരിഹാരമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത്രയും മതി, അതിലപ്പുറമൊന്നും വേണ്ട. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വയ്ക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ആശയം ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്ത് ഒരു നല്ലൊരു പരിധി വരെ സ്റ്റാൻഡേർഡ്സ് വെക്കുകയാണെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ലെജിസ്ലേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ഇൻഡസ്ട്രി ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും ഇങ്ങനൊരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ കൈ വരേണ്ടി വരും. സോ അപ്പോൾ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ ഒരു ഹെൽത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. എല്ലാവരും ആക്ച്വലി തമ്മിൽ കുറ്റം പറഞ്ഞിരിക്കേണ്ട ഒരു സമയം. സോ അതിലേക്കാണ് ഞങ്ങൾ ശരിക്കും താല്പര്യപ്പെടുന്നത്. With that, I would like to open for discussion to the audience. ഹലോ, നമസ്കാരം. WCCയുടെ തുടക്കകാല പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗീതു മോഹൻദാസ്. അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ് കസബ സിനിമയുടെ രാഷ്ട്രീയം. ഇപ്പൊ ഇന്ന് റീസെന്റ് ഒരു സിനിമയുടെ ടോക്സിക് എന്ന് പറയുന്ന ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള വുമൻ ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് WCC ഇതിനെ ഒരു പ്രതികരിക്കാത്തത്? മറ്റൊരു ക്വസ്റ്റ്യൻ, വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം പ്രതികരണം നടത്തുന്നതാണ് എന്നുള്ളത് ഒരു പൊതുവിമർശനമുണ്ട്. അതും കൂടി മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് WCCയുടെ രാഷ്ട്രീയ നിലപാട്? പേരെന്താ? സിയാദ്. സിയ ഞങ്ങൾ പ്രതികരിച്ചോ ഇല്ലയോ എന്ന് സിയായ്ക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഗീതുവിനോട് ഇതിനെ പറ്റി സംസാരിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഡയറി എടുത്തേച്ച് അത് മുഴുവനും ഞങ്ങൾ പോയി പത്രക്കാരുടെ അടുത്ത് കൊടുക്കാറില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പല ചർച്ചകളും നടത്തുന്നുണ്ട്. അതൊന്ന്. ഗീതു മോഹൻദാസ് ഇപ്പോഴും ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻറ്റ് മെമ്പർ തന്നെയാണ്. ടോക്സിക് ഉണ്ടാക്കുന്നതിൽ ബിസിയാണ്. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഞങ്ങൾ പോലീസുകാരല്ല. ഞങ്ങൾ എല്ലാവരെയും പോലീസ് ചെയ്യാൻ പോണില്ല. അതല്ല ഞങ്ങളുടെ ജോലി, അതല്ല ഞങ്ങളുടെ ആഗ്രഹം. സെക്സിസ്റ്റ് മെറ്റീരിയൽ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അത് ഞങ്ങൾക്ക് ഗീതുവിനോട് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പറയും. ദാറ്റ് ഈസ് വൈ വി ആർ എ ഗ്രൂപ്പ്. ഇപ്പം നിങ്ങൾ AMMAയുടെ അടുത്ത് പോയി ചോദിക്കാറുണ്ടോ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോട് പറയാത്തത് എന്താ, നിങ്ങൾ എന്തോ അവിടെ ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് WCCയോട് മാത്രം നിങ്ങൾ ചോദിക്കുന്നു? ഈ സെക്സിസ്റ്റ് ട്രെയിലേഴ്സ് ഗീതു മോഹൻദാസ് മാത്രമല്ലല്ലോ സെക്സിസ്റ്റ് ട്രെയിലർ ഉണ്ടാക്കിയിരിക്കുന്നത്, പലരും ചെയ്യാറില്ലേ? നിങ്ങൾ ആ പുരുഷന്മാരോട് ഇത് ചോദിക്കാറുണ്ടോ? അത് ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഇതേ ഉള്ളൂ. What we do amongst us is our business. Onna, if there are women here who want to become members of WCC, please come and become members of WCC, because then you will understand what happens inside WCC. But we also reserve the right to be the organization we are and to discuss what we want to within our ranks. ഞങ്ങൾ ആരും പുണ്യാളന്മാരോ പുണ്യാളത്തിമാരൊന്നും അല്ല. നോർമൽ ഫിലിം വർക്കേഴ്സ് ലൈക്ക് എവ്രിബഡി എൽസ്. പക്ഷേ ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യിക്കണം, ചില നിലപാടുകൾ മാറ്റണം. അത് നിങ്ങൾ എന്നാ ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ നാളെയും നാളെ കഴിഞ്ഞും ഇവിടെ തന്നെ കാണും. എങ്ങും പോണില്ല ഞങ്ങൾ. മാം, എൻ്റെ നിയാസ്, ഞാനൊരു ഭരണഘടന അധ്യാപകനാണ്.
ഭരണഘടനാ അധ്യാപകനാണ്. അപ്പോൾ ആ തലത്തിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ഇപ്പം നിയമപരമായി നേരിട്ട ഒരുപാട് കോടതികൾ, നിയമങ്ങൾ, IPC, CRPC. ഇപ്പം ഇതിൽ നമ്മുടെ ഭരണഘടനയിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളുടെ ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 റൈറ്റ്സ് ഓഫ് വുമൺ ടു ബി ട്രീറ്റഡ് വിത്ത് ഡീസൻസി ആൻഡ് ഡിഗ്നിറ്റി. ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 39D ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ആർട്ടിക്കിൾ 42 provision for just and human conditions workplaces including sexual harassment against women. I mean, ഒരുവിധം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ കാലങ്ങളായിട്ട് സുപ്രീം കോടതി നടത്തിയ ജഡ്ജ്മെന്റുകൾ അടക്കം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം, നിയമത്തിന് മുമ്പിൽ തുല്യ പരീക്ഷ കൊടുക്കണം, തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം. അപ്പൊ ഈ ഒരു യാത്രയിൽ ഇപ്പം മാമിന്റെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന WCC ഈ യാത്രയിൽ ഭരണഘടനാപരമായ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിയമത്തിന്റെ രീതിയിൽ പ്രൊട്ടക്ഷൻ മാമിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ would you like to change or amend the structure of the law and constitution? നിങ്ങൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾസിനോടൊക്കെ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. സിനെ വർക്കേഴ്സ് ആക്ട്, സിനിമാറ്റോഗ്രാഫ് ആക്ട്, ഒരുപാട് ആക്ട്സ് ഉണ്ട്. ഞങ്ങളിവിടെ സംസാരിക്കുന്ന ഫിലിം ആൻഡ് ജെൻഡറിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഈ ഒരു സ്പേസിനെ ഗവൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൂടാതെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള വേറെ കുറേ നിയമങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാക്ടീസ് വരുമ്പം ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല പല ഇൻഡസ്ട്രീസിലും ഇല്ലാതെ കാണുമ്പോഴാണ് പോഷ് ആക്ട് പോലെ ഒരു പുതിയൊരു ആക്ട് വരുന്നത്. അങ്ങനെ ഒരു ആക്ട് വരുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ആദ്യം, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്കൊക്കെ ഇത് നടപ്പിലാക്കണം. അതിൻ്റെ ഒരു സിസ്റ്റമും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ക്രക്സ് എവിടെ കിടക്കുന്നറിയോ? ഒരു വീട്ടിനകത്ത് എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ സെറ്റിന് അകത്ത് എന്ത് നടക്കുന്നു, അത് അവിടെയുള്ള വ്യക്തികളുടെ വിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. So the social political will for change is what we need. ആ വിൽ ഇല്ലാത്തോളം കാലം എത്ര നിയമങ്ങൾ വന്നാലും ഇവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. സോ വി ഓൾ നോ ദാറ്റ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് ഇൻഡസ്ട്രി നടത്തിയെടുക്കേണ്ട കാര്യമാണ്. കോടതിയിലേക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഓടിപ്പോവാം. ഇത് 2018 തൊട്ട് 22 വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നൊരു നിയമം രണ്ടാമതും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി പോയി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മളൊക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എത്ര വുമൺ അവേഴ്സാണ് അതിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ്? അതിന് പകരം ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ് അങ്ങോട്ട് തീരുമാനിക്കുക, മതി എല്ലാവരും കൂടെ പോഷ്, ഡെഫിനറ്റ്ലി നാളെ തൊട്ട് പോഷ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പോരെ? വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ വിൽ ഇസ് മിസ്സിങ്. Further questions are I think it is time. Just as an end statement, what I would like to add is, എനിക്കൊന്ന് കുറേ കാലമായിട്ട് WCC പരാജയപ്പെട്ടു, പിളർന്നു, തകർന്നു എന്നുള്ളത് കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ലെറ്റ് ഇറ്റ് മൂവ് ടു എൻ എക്സ്റ്റെന്റ് where WCC does not really even have to exist. അത്രയും സേഫ് സ്പേസ് ആവട്ടെ ഇൻഡസ്ട്രി എന്ന് മാത്രം നമുക്ക് ഹോപ്പ് ചെയ്യാം. With that, thank you Miriam and Anjali. Yes. I just want to add one more thing. Sorry organizers, just give me 20 seconds. എല്ലാവരുടെയും വിചാരം ഇത് ലോകത്ത് എവിടെ നടന്നിട്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരല്, മാറ്റം എന്നൊക്കെയാണ്. നിങ്ങൾ WCCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് CCC എന്ന് പറഞ്ഞൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതിന് എൻഡിലേക്ക് പോയി ആ റിപ്പോർട്ടിൻ്റെ എൻഡിൽ കാണും എത്രയോ കൺട്രീസിൽ ഒരു കൂട്ടം സ്ത്രീകൾ മുന്നിലേക്ക് വന്നിട്ട് ഒരു റിപ്പോർട്ട്, ഒരു പഠനം ആവശ്യപ്പെടുന്നു. ഈ പഠനത്തിന് ശേഷം ഇതേ തരം കൺക്ലൂഷൻസ് കണ്ടെത്തുന്നു. ഈ കൺക്ലൂഷൻസ് കിട്ടിയതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ്റും ഇൻഡസ്ട്രിയും ചേർന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പരിഹരിക്കുന്നു. അത് എത്ര കൺട്രീസിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. സോ വി ആർ ജസ്റ്റ് വൺ അമംഗ് മെനി. ബാക്കി എല്ലായിടത്തും ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അത് നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോയി ഫിലിം സെറ്റ്സിലും ഫിലിം സ്റ്റുഡിയോസിലും പോയി ജോലി എടുക്കേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഇതല്ല ഞങ്ങൾക്ക് ചെയ്യേണ്ട ജോലി. സോ നിങ്ങളെല്ലാവരും സൊസൈറ്റി ആയിട്ടും സ്റ്റുഡൻസ് ആയിട്ടും മീഡിയ ആയിട്ടും വീടുകളിലും പേരൻസ് ആയിട്ടും if you start talking about basic decency amongst each other, men and women, because ഒത്തിരിയും കാര്യങ്ങൾ സൊസൈറ്റലി മാറിയാലേ നമ്മുടെ ഇൻഡസ്ട്രീസിലും മാറുള്ളൂ. താങ്ക് യു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഒരുപാട് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കൊന്നും വേണ്ട. അവനവൻ്റെ പണി ചെയ്താൽ ഞങ്ങൾ ആഫീസ് അടച്ച് പോയിക്കോളാം. Thank you so much, speakers, for an insightful session.